ആദ്യം മലയാളിയായ വ്യക്തിയിലാണ് HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലും സിറിഞ്ച് ഉപയോഗത്തിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കുകയാണെന്നും DMO അറിയിച്ചു. അതില്ല, അയാൾക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ റൂട്ട് കോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. രോഗം ബാധിച്ചവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതിനൊപ്പം ഉപയോഗിച്ച സിറിഞ്ചിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകിയതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തും. സംസ്ഥാനത്താകെ ഓരോ മാസവും ശരാശരി 10-ലധികം കേസുകൾ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.